ഹായ് ഫോക്സ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് മേക്കർ മോഡലാണ്. നമ്മൾ മാർക്കറ്റ് മേക്കർ സീരീസിൽ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഫൗണ്ടേഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഉണ്ട്, നമുക്കൊരു മാനിപ്പുലേഷൻ സ്റ്റേജ് ഉണ്ട്, നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. ഓക്കെ, സോ മാനിപ്പുലേഷൻ സ്റ്റേജ് അവസാനിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്, ഒരു എക്സാക്ട് ടൈം ഓഫ് ഇൻട്രസ്റ്റിലും, ഒരു എക്സാക്ട് പോയിന്റ് ലൈക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എക്സാക്ട് ആ ഒരു ടൈമിൽ നമ്മുടെ മാനിപ്പുലേഷൻ അവസാനിക്കുമ്പോഴാണ് നമുക്ക് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് നമ്മുടെ ഫുൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ. സോ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്, കാരണം നമ്മൾ വളരെ ലോവർ ടൈം ഫ്രെയിംസിൽ മാർക്കറ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ചാർട്ടിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നമുക്ക് ഇതിപ്പോൾ ഒരു ന്യൂയോർക്ക് സെഷൻ ആയിട്ടിരിക്കട്ടെ. ന്യൂയോർക്ക് സെക്ഷനിൽ വളരെ ലൈക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡെയിലി പ്രൊഫൈൽസ് നോക്കി, ഇത് നമ്മൾ സെഷൻസ് പ്രൊഫൈൽ നോക്കുവാണ്. അപ്പം ഇങ്ങനെ അക്യുമുലേഷൻ കാണും, പ്രൈസ് പെട്ടെന്ന് താഴേക്ക് ഒരു പോയിന്റിലേക്ക് വരും, അവിടെ പിന്നെയും കൺസോൾട്ടേഷൻ നടക്കും, പിന്നെയും പ്രൈസ് പെട്ടെന്ന് താഴേക്ക് ഒരു പോയിന്റിലേക്ക് വരും, അവിടെ കൺസോൾട്ടേഷൻ നടക്കും, പെട്ടെന്ന് ഒരു പോയിന്റിലേക്ക് വരും, കൺസോൾട്ടേഷൻ നടക്കും, പിന്നെയും പ്രൈസ് വലിയൊരു ക്യാൻഡിൽ വെച്ച് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ കറക്റ്റ് ഒരു ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് സ്മാർട്ട് മണി റിവേഴ്സൽ നടന്ന് ആ ഒരു ക്രിയേറ്റ് ചെയ്ത ലോയും നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ പുതിയൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. ആ പോയിന്റിൽ തിരിച്ച് നമുക്ക് എൻട്രി തരാൻ പറ്റും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. തിരിച്ച് മേളയിൽ വന്ന് നമ്മുടെ അടുത്ത കൺസോൾട്ടേഷൻ, മേളയിൽ പോയി അടുത്ത കൺസോൾട്ടേഷൻ, ന്യൂ കൺസോൾട്ടേഷൻ, നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷനിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ ലിക്വിഡിറ്റി. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഇതാണ് ടെർമിനസ്, കാരണം ഇവിടാണ് നമുക്ക് ട്രേഡ് അവസാനിക്കുന്നത്. നമ്മുടെ ഇൻസെപ്ഷൻ, ഇവിടാണ് ട്രേഡ് സ്റ്റാർട്ട് ആവുന്നത്. സോ നമ്മുടെ എൻട്രി ഇവിടെ ഉള്ളൊരു ഡിസ്കൗണ്ട് അറയിലായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. ഇവിടുന്ന് ഇവിടെ ആയിരിക്കും നമ്മൾ എക്സിറ്റ് അടിക്കുന്നത്. സോ ഇതാണ് മാർക്കറ്റ് മേക്കർ ബൈ മോഡൽ. ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ. സോ നമുക്കിത് ഒരു എന്താ പറയുക, ഒരു ടൈം ബേസ്ഡ് രീതിയിൽ നോക്കുവാണെങ്കിൽ ഇതൊരു ന്യൂയോർക്ക് സെഷൻ ആണെന്ന് വെച്ചോ. ന്യൂയോർക്ക് സെഷന്റെ മുമ്പ് ലൈക്ക് ഈ ഒരു പോയിന്റ് ആണ് 8:30 ഓപ്പണിംഗ്. ഇതൊരു 8:30 ഓപ്പണിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതൊരു 9:30 ഓപ്പണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 8:30 ഓപ്പണിംഗും 9:30 ഓപ്പണിംഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. സോ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു, കൺസോൾട്ടേറ്റ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു, കൺസോൾട്ടേറ്റ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു. ഇതിലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ഇറങ്ങിപ്പോവാം. അപ്പോഴെങ്ങനെ ഈ കൺസോൾട്ടേഷനും മാനിപ്പുലേഷനും മാത്രം നടക്കാറില്ല, അതിന്റെ എക്സ്പാൻഷന് മുമ്പ് നമുക്കൊരു മാനിപ്പുലേഷൻ സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ നടക്കുന്ന വെച്ചാൽ കൺസോൾട്ടേഷൻ, ആ കൺസോൾട്ടേഷന്റെ ലിക്വിഡിറ്റി എടുക്കുന്നു. ഓക്കെ, ഇതൊരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. ഈ ഒരു കൺസോൾട്ടേഷന്റെ ലിക്വിഡിറ്റി ഇവിടെ എടുക്കുന്നു. സെയിം പോലെ തന്നെ ഈ കൺസോൾട്ടേഷനും ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റി അവസാനത്തെ ഇതെടുത്തിട്ടാണ് അടുത്ത എക്സ്പാൻഷൻ നടക്കുന്നത്. ആ ഒരു സെയിം ഇതിൽ ഇവിടെ നമുക്ക് ആ ഒരു സെയിം ഇത് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ കൺസോൾട്ടേഷൻ, ചെറിയൊരു മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആ ഒരു സെയിം ഇതാണ് ഇവിടെ നടക്കുന്നത്. അവിടെ സെൽ സൈഡ് ആണെന്നേ ഉള്ളൂ, അത് ഞാൻ കാണിച്ചു തരാം. സോ ഈ ഒരു മാർക്കറ്റ് മേക്കർ ബൈ മോഡലിൽ നമുക്ക് 8:30 ഓപ്പണിംഗ് കഴിഞ്ഞ് മാനിപ്പുലേഷൻ, നമ്മുടെ ഹോൾസ് ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്കിതാ അക്യുമുലേഷൻ 8:30ക്ക് മുമ്പ് വരെ അക്യുമുലേഷൻ നടക്കുന്നു. നമ്മുടെ മാനിപ്പുലേഷൻ, ഇതാണ് മാനിപ്പുലേഷൻ, നമ്മുടെ ഇൻസെപ്ഷനിലേക്കുള്ള
ഡ്രൈവിംഗ് സൈക്കിൾ ആണ് മാനിപ്പുലേഷൻ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ. യാ സോ അക്യുമുലേഷൻ ഇതൊരു പാറ്റേൺ അല്ല, ഇതും ഒരു ലോജിക്കാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. ഞാനപ്പോൾ ഈ ബോക്സസ് ഞാൻ റിമൂവ് ചെയ്യുവാണ്, കാരണം എനിക്കിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാഫ്സും ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. നമുക്ക് 8 ഓപ്പണിങ്സും മാറ്റാം, കാരണം മാർക്കറ്റ് മേക്കർ മോഡൽസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഹെഡിങ്ങും കൂടെ മാറ്റിയേക്കാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവും, കാരണം പ്രൈസ് സ്പീഡിലാണ് മൂവ് ആവുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവും, കാരണം പ്രൈസ് സ്പീഡിലാണ് മൂവ് ആവുന്നത്. ഇവിടെയും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവും, കാരണം പ്രൈസ് സ്പീഡിലാണ് താഴോട്ട് വീഴുന്നത്. ഈ ഒരു പോയിന്റിലും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവും. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡ്, ഈ കർവിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ലെഫ്റ്റ് സൈഡിന്റെ ഈ ഒരു PDRSനെ നമ്മൾ റൈറ്റ് സൈഡ് റെസ്പെക്ട് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ട്രേഡ് ഹോൾഡ് ചെയ്യാനും നമുക്ക് നമ്മുടെ ട്രേഡില് ലൈക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുമോ അതായത് റിവേഴ്സലാണോ എന്ന് നമുക്ക് പേടിക്കാണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവ് നമ്മൾ എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ കർവിനെ ബ്രേക്ക് ചെയ്ത് പോകണം. ആ ബ്രേക്ക് ചെയ്യുന്ന സാധനം നമുക്ക് സപ്പോർട്ടും ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ആണ് ഈ റൈറ്റ് സൈഡിലെ കൺസോൾട്ടേഷൻ സപ്പോർട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മേളിലാണ് നമ്മുടെ റൈറ്റ് സൈഡ് സപ്പോർട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് തമ്മിൽ ഈക്വൽ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് മാർക്കറ്റ് മേക്കർ മോഡൽ ഓവറോൾ. നമുക്ക് ഇനി വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഓരോ കൺസോൾട്ടേഷനും ലെഫ്റ്റ് സൈഡിന്റെ ഓരോ കൺസോൾട്ടേഷന്റെ ഹൈയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മുടെ റൈറ്റ് സൈഡ് കർവ് ബ്രേക്ക് ചെയ്ത് പോകണം. അത് നമ്മുടെ റൈറ്റ് സൈഡിന്റെ കർവ് ഭയങ്കര സ്പീഡിൽ ബ്രേക്ക് ചെയ്ത് പോകണം. ആ ഒരു ഹൈയും നമുക്ക് സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാം. ആ ഒരു ഹൈനെയാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് എന്ന് വിളിക്കാറ്. സോ ബ്രേക്കർ ബ്ലോക്ക് എന്താണെന്നും PDRS എന്താണെന്നൊക്കെ നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇതിന്റെ പുറകെ ചെയ്യാം. ഇതാണ് മാർക്കറ്റ് മേക്കർ മോഡൽ. ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് നമുക്കൊരു ചാർട്ടിൽ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഇതാണ് നമ്മുടെ ചാർട്ടിലെ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഒരു എക്സാമ്പിൾ. ഇത് ഒറിജിനൽ കൺസോൾട്ടേഷൻ, പ്രൈസ് പുള്ളായി. സെക്കൻഡ് കൺസോൾട്ടേഷൻ, പ്രൈസ് പുള്ളായി. അടുത്ത കൺസോൾട്ടേഷൻ, പ്രൈസ് നമുക്ക് എത്തേണ്ട ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലെത്തി, ഹയർ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലെത്തി. പ്രൈസ് സ്മാർട്ട് മണി റിവേഴ്സൽ നടത്തി. നമ്മുടെ ആദ്യത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു PDRനെ നമ്മുടെ പ്രൈസ് റൈറ്റ് സൈഡിൽ ബ്രേക്ക് ചെയ്ത് പോകണം. ബ്രേക്ക് ചെയ്തു. ഇതെന്താ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയെന്ന് വെച്ചാൽ നമുക്ക് 2-3 PDRs ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ ബ്രേക്ക് ആവാൻ. സോ നമുക്ക് ഈ ഒരു PDRS എല്ലാം മാർക്കറ്റ് റൈറ്റ് സൈഡിൽ ബ്രേക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന PDRI ഇവിടാണ്. ആ ഒരു PDRI മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോ. മാർക്കറ്റ് നല്ല സ്പീഡിൽ തന്നെ ആ PDRIയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടേക്ക് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ വെക്കാം, കാരണം ഇതൊരു കൺസോൾട്ടേഷന്റെ ലോ ആണ്. നമുക്കൊരു ടേക്ക് പ്രോഫിറ്റ് ഇവിടെ നമുക്കൊരു ഈ ലിക്വിഡിറ്റീസ് എടുക്കാനായിട്ട് ഈ ഒരു ടേക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ളൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ, നമുക്ക് ഇവിടെയും കൺസിക്യൂട്ടീവ് ആയിട്ട് നമുക്കൊരു PDRS ഉണ്ട്. നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷന്റെ എൻഡ് ഇതാണ്. അത് ആ ഒരു PDRSലേക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒന്ന് ഡിലേ എടുത്തിട്ട് മാർക്കറ്റ് നല്ല സ്പീഡിൽ ബ്രേക്ക് ചെയ്തു, നമ്മുടെ ഫൈനൽ ലിക്വിഡിറ്റി പോയിന്റ് ടച്ച് ചെയ്തു. ഇതൊരു ഫൈനൽ ലിക്വിഡിറ്റി പോയിന്റ് ടച്ച് ചെയ്തു. ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണ്. സോ ഒറിജിനൽ കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. കൺസോൾട്ടേഷൻ പൊങ്ങും, അടുത്ത കൺസോൾട്ടേഷൻ പിന്നെയും പൊങ്ങും, അടുത്ത കൺസോൾട്ടേഷൻ പൊങ്ങുന്നു. ലൈക്ക് ആ ഒരു സെയിം ലോജിക്കാണ്, ആ ഒരു സെയിം പാറ്റേൺ നിങ്ങൾക്ക് കിട്ടില്ല, ആ ഒരു സെയിം ലോജിക്കാണ് ഇവിടെ അപ്ലൈ ആവുന്നത്. സോ അടുത്തൊരു എക്സാമ്പിൾ ആണ് നമുക്ക് ഗോൾഡിൽ നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഒറിജിനൽ കൺസോൾട്ടേഷൻ ഉണ്ട്. കൺസോൾട്ടേഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെ ചെന്നു. ഗോൾഡിന്റെ പ്രൈസ് ആക്ഷൻ റീസെന്റ് ഭയങ്കര ലെത്താർജിക് പ്രൈസ് ആക്ഷൻ ആണ് അത്. എന്നിട്ടും അങ്ങനത്തെ ഈവൻ ഒരു ബാഡ് ഡേയിലാണെങ്കിൽ പോലും അതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെന്നു. അവിടുന്ന് സ്മാർട്ട് മണി റിവേഴ്സൽ വന്നു, നമുക്ക് നമ്മുടെ എൻട്രി കിട്ടി, അത് താഴെ വന്നു, നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷന്റെ ലിക്വിഡിറ്റി എടുത്തു. മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ. സോ നമ്മൾ മാർക്കറ്റ് മേക്കർ ബൈ മോഡലും കണ്ടു, മാർക്കറ്റ് മേക്കർ സെൽ മോഡലും കണ്ടു. നമുക്ക്
ഈ കറക്റ്റ് ഇതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്, വളരെ പഴയ ഒരു ഡെയിലി ക്യാൻഡലിന്റെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. സോ ഇതിലേക്ക് ഒന്ന് വശമാവാനായിട്ട് ടൈം എടുക്കും എല്ലാവർക്കും, കാരണം ഇത് അത്ര ഈസി ഉള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഈ ഒരു കോൺസെപ്റ്റ് ഈസി ആയിരുന്നെങ്കിൽ എല്ലാവരും മാർക്കറ്റ്സിൽ യൂട്ടിലൈസ് ചെയ്ത് ക്യാപിറ്റലൈസ് ചെയ്ത് കാശ് ഉണ്ടാക്കിയേനെ. സോ മാർക്കറ്റ് മേക്കർ മോഡൽ ഇതൊരു വലിയ മാർക്കറ്റ് മേക്കർ മോഡലാണ്. അതിവിടെ കംപ്ലീറ്റ് ആവുന്നു. അത് നമുക്ക് ഹയർ ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കാം. ഒരു വലിയ മാർക്കറ്റ് മേക്കർ മോഡൽ നമുക്കപ്പോൾ ഫുൾ മാർക്കറ്റ്സ് മൂവ് ആവുന്നത് മാർക്കറ്റ് മേക്കർ മോഡൽസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് വലിയൊരു മാർക്കറ്റ് മേക്കർ മോഡൽ. സോ മാർക്കറ്റ്സ് മൂവ് ആവുന്നത് മാർക്കറ്റ് മേക്കർ മോഡൽസിന്റെ ഫങ്ഷനാലിറ്റി വെച്ചിട്ടാണ്. ഞാൻ ഈ ഒരു ലോജിക്ക് എന്തുകൊണ്ടാണ് അവസാനം വരെ വെച്ചതെന്ന് ചോദിച്ചാൽ, ലൈക്ക് ഒരുപാട് പേര് സ്കിപ്പ് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ സ്കിപ്പ് അടിച്ചിട്ട് പോകുന്നവർ പോട്ടെ, അവസാനം വരെ നിൽക്കുന്നവർ ഇത് കണ്ടാൽ മതി. ഇതൊരു ഒറിജിനൽ കൺസോൾട്ടേഷൻ ആണ്. മാർക്കറ്റ് മേക്കർ മോഡൽ ഈ ഒറിജിനൽ കൺസോൾട്ടേഷൻ എടുത്താൽ വളരെ നല്ലത്, കാരണം ഇത് കുറേ ഈക്വൽ ലോസ് ആണ്, ഒരുപാട് ലിക്വിഡിറ്റി കാണും. ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡലാണ്, ഇത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. സോ ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡലായിട്ട് കൺസിഡർ ചെയ്യാം, ഇതൊരു മാർക്കറ്റ് മേക്കർ മോഡലായിട്ട് കൺസിഡർ ചെയ്യാം, അടുത്ത മാർക്കറ്റ് മേക്കർ മോഡൽ. ഇങ്ങനെയാണ് പ്രൈസസ് മൂവ് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെയാണ് പ്രൈസസ് മൂവ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ആണ്, മാർക്കറ്റ് എപ്പോഴും ഡ്രോ ആവുക. അല്ലാതെ റാൻഡം ടൈംസിൽ റാൻഡം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്കറ്റ്സിന് ആവശ്യമില്ല. ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ് മാർക്കറ്റ്സ് വർക്ക് ആവുന്നത്. സോ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ കോർ എക്സ്പ്ലനേഷൻ സീരീസിലെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണിത്. സോ ഇനി അടുത്ത ഇടാൻ പോകുന്നത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഹൈ ലെവൽ വീഡിയോ ആയിരിക്കും മാർക്കറ്റ് മേക്കർ സീരീസിൻ്റെത്. അതപ്പം ഞാൻ അടുത്തൊന്നും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് കുറച്ച് അഡ്വാൻസ്ഡ് നോളജ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ലൈക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. DRT ലെവൽസും അതേപോലെ ഫ്രാക്ടാലിറ്റി ഓഫ് ദ മോഡലും അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നു. സോ അതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മേക്കർ സീരീസിന്റെ ഫൈനൽ എപ്പിസോഡ് ഇറക്കുന്നത്. സോ until then, be safe, trade safe, bye folks.